എന്നാ മഞ്ഞൾ കളക്കലായി കേട്ടോ നമ്മ. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ കാണിക്കലുണ്ട് മഞ്ഞൾ കളക്കുന്നതും പുഴുങ്ങുന്നതും ഉണക്കുന്നതും എല്ലാം. അപ്പോൾ ഇപ്രാവശ്യം മഞ്ഞൾ കളക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മ സമയം ആയില്ലേ മഞ്ഞൾ കളക്കാൻ? ഏത് മാസത്തിൽ കളക്കൽ? കളക്കണ്ട്. കളക്കലായി. ഇപ്പോൾ 29 ആയില്ലേ ഈ മാസം. അപ്പോൾ ബാവിൻ്റെ മുമ്പായിട്ട് കളക്കണം. കുമ്പത്തില് നമ്മൾ കളക്കുകയും. അതെ, ഇപ്പോൾ ആ തുടങ്ങിയതേ ഇല്ലൂ കേട്ടാ. അപ്പോൾ ഈ കൂട്ടയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുറേ സ്ഥലത്ത് നട്ടിട്ടുണ്ടല്ലേ? ആയിരുന്നല്ലേ ഇപ്പോൾ ഓരോന്നോരോന്ന്. ആ പൈപ്പ് പിടിച്ചിട്ട് രോഗിനോട് അവർക്ക് നനക്കാൻ മതി. പൊടി ഭയങ്കരമായിട്ട്. ഇവിടെ വെള്ളം ഒഴിച്ചെടുത്തിനാ ഇങ്ങനെ കുറച്ചിങ്ങനെ പാക്കിനി ബക്കറ്റ് എടുത്തിട്ട് ഇതിങ്ങനെ തറയായോണ്ട് കളക്കാൻ സുഖമല്ലേ. കയ്യെല്ലാം ഉണങ്ങി മഞ്ഞളുടെ. നമ്മളെ കണ്ണൂർ ഭാഗത്തുള്ള എല്ലാവരും കൊയ്യുന്ന അരിവാളാണ് കേട്ടോ ഇത്. നമ്മ ചെറാക്കത്തി എന്ന് പറയും, അരിവാളെന്ന് പറയും. അറിയില്ല അല്ലേ? കണ്ണൂരുള്ള ചെറാക്കത്തി ശരിക്കും അരിവാളാണ്. പൊന്നരി പളമ്പിളിയെ പാട്ടില്ലേ? മഞ്ഞൾ ഒരു ചാക്കിലിങ്ങനെ ഇട്ടാണ്. അമ്മ പരീക്ഷണാർത്ഥം മഞ്ഞൾ ചാക്കിൽ നട്ടോക്കിയാന്നേ. നല്ല കുഞ്ഞു കഷ്ണം ഇട്ടതാണ്, ചെറിയ പൊടിയാ. അപ്പോൾ ചാക്കിലും വിജയകരമായിട്ട് ഇതാ മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇഞ്ചിയെല്ലാം ചാക്കിൽ നടയില്ലാമേ, അതേപോലെ ഇതാ മഞ്ഞളും ഉണ്ടായിട്ടുണ്ടേ. ചെറിയൊരു പൊടി നമുക്ക് അത്ര പോലെയായി നട്ടുണ്ടാവും കേട്ടോ. നമ്മന്ന് ഇഞ്ചി നട്ടിട്ടേ ഇഞ്ചി ഉണ്ടായിന് അത്ര ആ പൂവെല്ലാം ഉണ്ടായിന്. അപ്പൊ ഇതിലൊരു ചെറിയൊരു ചേനയുണ്ട് തോന്നുന്നു, നോക്കാൻ നമുക്ക്. ചേന ചാക്കിലല്ലേ? ഈ ചാക്കില് അതേപോലെ ചെറിയൊരു വിത്തിട്ടില്ലേ, ചെറിയ കുഞ്ഞി എന്താ നോക്കാം. പോയാ കാണില്ലല്ലോ. ചേനയുണ്ട് അല്ലേ? ഇങ്ങനത്തെ വിത്തിട്ടാണ് ചെറുത്. ഒരു തരക്കിലെ ചേന കിട്ടിയിട്ടുണ്ട്, കുഞ്ഞി ചേന. അപ്പൊ എല്ലാവരും സ്ഥലമില്ലെങ്കിലാണ് ഇട്ടാല് ഉണ്ടാവും കേട്ടാ. ചാക്കിലെല്ലാം നട്ടത് മഞ്ഞളായാലും ഒരു 5 ചാക്കിൽ നട്ടാലുണ്ടാവും അല്ല? ഒരു കുറച്ച് നാളത്തേക്കില്ലേ. ഇതപ്പം ചെറിയൊരു പൊടിയിട്ട് ഇതപ്പോൾ ഒരു കുഞ്ഞിച്ചേന ഉണ്ടായി. അപ്പോൾ ഇതിലെന്നെ നമുക്ക് നടാം. സ്ഥലമില്ലാത്തവരിങ്ങനെ നട്ട് നോക്കണം കേട്ടോ. നമുക്ക് സ്ഥലമുണ്ട്, എന്നാലും ഞാൻ ഉണ്ടാവുമോ നോക്കാൻ വേണ്ടി കിട്ടിയാന്ന് കുറച്ച് ചപ്പിലെല്ലാം വരി ഇട്ടിച്ച്. അപ്പോൾ ചേനയും ഉണ്ടാവുന്നുണ്ട്, മഞ്ഞൾ നട്ടിട്ട് മഞ്ഞളും കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ നടുമ്പോൾ ഇങ്ങനെ തറയാക്കിയിട്ട് നട്ടാലാന്ന് തോന്നുന്നല്ലോ നമ്മ കൂടുതൽ മഞ്ഞൾ ഉണ്ടാവല്. പിന്നെ എന്തോ പറയില്ലേ, പ്ലാവിൻ്റെ ആയിട്ട് മറ്റേ നട്ടാൽ നല്ലോണം ഉണ്ടാവും. നല്ല കളറുണ്ടാവും മഞ്ഞൾ. അപ്പോൾ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ തകൃതിയായ മഞ്ഞൾ കളക്കൽ പരിപാടിയിലാണ്. അമ്മേൻ്റെ പേരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ഉണ്ട് കേട്ടാ. അപ്പോൾ അവർ രണ്ടാളും പണിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ഉച്ചക്കേക്കില്ലേ പരിപാടിയെല്ലാം ഒന്ന് റെഡിയാക്കാം. ചോറും കറിയെല്ലാം ആക്കണം. അപ്പോൾ നമുക്ക് വേഗം അത് റെഡിയാക്കാം കേട്ടോ. പുറത്തടുപ്പത്ത് വെച്ചാൽ എന്തെങ്കിലും വാരിയിട്ട് നല്ല വൃത്തി കത്തിക്കുകയും ചെയ്യുക, വേഗം ആവുകയും ചെയ്യും. അപ്പോൾ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം കറിയാക്കാൻ വേണ്ടിയിട്ട് പരിപാടി നോക്കാം കേട്ടോ. നല്ല വഴുതനങ്ങ മോരിലിട്ട് അടിപൊളി ഒരു കറിയും ആക്കാം. പിന്നെ ചക്കപ്പൂരി ഇടയ്ക്ക് നമ്മൾ ആക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ചക്കപ്പൂരി ഇട്ടിട്ടുണ്ട്, അത് വറവും ആക്കാം. പിന്നെ നങ്ക് മീനുണ്ട്, അത് നല്ലൊരു പൊരിയും ആക്കാം. അപ്പം അമ്മ അടുത്ത കൂട്ടം മഞ്ഞളും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവ ചോറിനോളം വെച്ച് കുറേ പൊടി അതുണ്ട് വാരിയിട്ട് കത്തിക്കാൻ. കുത്തിന്റെ താളങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു വഴുതനങ്ങയുണ്ട്, ഈനെ വെച്ചിട്ട് നമുക്ക് ആക്കാട്ടാ. ഇത് ഒരു വഴുതനങ്ങ ഉണ്ടായത് ധാരാളമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വഴുതനങ്ങ തൈരിലിട്ട കറി ഉണ്ടാക്കാം. അത് നമുക്കൊന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് വേണം
പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ നിൽക്കട്ടെ, അതിൻ്റെ ഒരു കറുപ്പ് കളർ വരും, അതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാരിയിട്ട് സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന മസാല എങ്ങനെ അതുപോലെ നമുക്ക് അരവെല്ലാം പെരക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അത്യാവശ്യം വലിയ നങ്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാന്തൽ എന്നെല്ലാം ചില സ്ഥലത്ത് പറയും, നമ്മൾ ഇവിടെ നങ്ക് എന്നാണ് പറയല് കേട്ടോ. വലിയ നങ്കാണ്, കുറേ നാളായി ഇത്രയും വലിയ നങ്ക് കിട്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് പൊരിക്കാം. ഏതായാലും കറി നമ്മളെ വഴുതനങ്ങ തൈരിലിട്ട കറിയാക്കുന്നുണ്ട്. പിന്നെ ചക്കപ്പൂരിതാ ഇവിടെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഉപ്പേരിയാക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പേരിയാക്കുന്ന കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേഗം ബാക്കിയിലെ പരിപാടികളൊന്നും തുടങ്ങാം. നമുക്ക് വേഗം മീനും കൂടി ഒന്ന് വേഗം മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ നങ്കമീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങയും നമുക്ക് ഇതിലേക്ക് അരവലം തേച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങയിൽ നിർബന്ധമില്ല, കുറച്ചൊരു പൊടിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയിൽ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മസാലയെല്ലാം പെരക്കി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ആദ്യം നമുക്ക് വഴുതനങ്ങ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങ അടുന്ന് പൊരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് കൊണ്ടുവന്ന തൈര് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തൈര് ഇതാ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ പൊരിക്കുന്നതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ വഴുതനങ്ങയെല്ലാം നല്ലപോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി ഈ ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിക്കാനില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 വറ്റൽമുളക്, കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തൈരില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരെ നമ്മളെ വഴുതനങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചക്കപ്പൂവിൽ ഉപ്പേരിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതാ കടുവ് ഇതെല്ലാം വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചക്കപ്പൂവിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ ചക്കപ്പൂല് വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടില്ലേ നമ്മളെ വഴുതനങ്ങയും തൈരും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കറിയെല്ലാം റെഡി ആകുമ്പോഴത്തേര് ഇതാ അമ്മ പണിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. കുറേ മഞ്ഞൾ കിട്ടിയാ? മഞ്ഞളെല്ലാം കളിച്ചു. അതെ അല്ലേ, നമ്മൾ വിചാരിച്ചതൊക്കെ അത്ര വിളവൊന്നും ഉണ്ടായില്ല. എന്നാലും വലിയ മോശമില്ല, നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. അതിനേഷോടൊന്നും നമ്മളെ ആവശ്യത്തിനല്ലേ ആയില്ലേ? ആവശ്യത്തിനുണ്ടായി. ഇനിയിപ്പം കുറച്ച് വീട്ടിനെടുത്ത് വെച്ചിട്ട് ബാക്കി പുഴുങ്ങണം. നമുക്ക് പുഴുങ്ങിയിട്ട് ഉണക്കിയിട്ട് പൊടിക്കണം. നമ്മൾ എല്ലാ കോലും ആക്കുന്ന കാണിക്കലുണ്ട് കേട്ടാ. വീഡിയോ അപ്പം കാണുന്നവർക്ക് അറിയായിരിക്കും. അമ്മ
നിങ്ങൾ പറഞ്ഞ റെസിപ്പി ഇഞ്ചി പിന്നെ ഞാൻ രുചിക്ക് പറഞ്ഞതിനെ ഇങ്ങനെ ആക്കണമെന്ന് വൈനങ്ങ പൊരിച്ചിട്ട് തൈര് നല്ലോണം പൊരിയൊന്നും വേണ്ട കേട്ടാ, ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചാൽ പൊരിക്കേ ഉള്ളൂ. എന്നിട്ട് കടുവും പറഞ്ഞ് കരിയമ്മ കൂടെ വറുത്തിട്ടാൽ ചെമ്പട് കറിയാന്ന് നമ്മളെ പുളിശ്ശേരിയിൽ അരച്ചിട്ട് കുറേ സാധനങ്ങളാക്കിയിട്ട് ഇങ്ങനെ കണ്ട നല്ല കറിയാണ്, നല്ല രസമാണ്. ഇതോ ഒരു ഉണക്കവറവോ ഒരു മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറ് വയ്ക്കാൻ. തേങ്ങയില്ലെങ്കിൽ നമുക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമുക്കിവിടെ തേങ്ങ പ്രയാസമാണ്, പിടിയൊന്നും വാങ്ങലാന്ന്. അപ്പോൾ നമുക്കെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ആർക്കും പിന്നെ എളുപ്പത്തിലാവും. ഒരു വൈനിങ്ങ മതി. താടെ പിടിച്ച വൈനിങ് തന്നെയാണ് ഞാൻ ചാക്കിലട്ടയിൽ ഒരു നീല വൈനിങ്ങ പിടിച്ചിന്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ രുചിയോട് പറഞ്ഞില്ലേ നമുക്കിത് വൈനിങ്ങ മോരിൽ ആക്കിയിട്ട് അങ്ങനത്തെ കറി വെക്കാനും. അപ്പോൾ നമ്മളേതാ മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിന്നെ ചക്കപ്പൂതൽ വറവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പം കുറച്ച് വൈനിങ് ഉണ്ട്, അതും പറിച്ചു. ഒരു മണിയിട്ട് കപ്പയും പൊരിച്ചു. നാളെ രാവിലെ നമുക്ക് കപ്പയായിരിക്കും. അപ്പോൾ ഒരു കപ്പൊക്കെ ഉണ്ടാടാ, അതും പറിച്ചു. കപ്പ നാളെ രാവിലേക്ക് ഉണ്ട് ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഞാൻ പറിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അച്ഛൻ വേഗം പറിച്ചാന്ന്. അച്ഛന് കപ്പ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. മഞ്ഞളും കളിച്ച് ഞാനത് എടുത്തിട്ട് വരുമ്പോണ്ട് കപ്പയും പൊരിച്ചാണ് ഇട്ടിട്ട്. അപ്പം കപ്പ ഇനി അത്ര ഇല്ലു പൊരിക്കാൻ, ഇനി ഒരു മരുടെ അങ്ങനെ ആയിട്ട് ഇല്ലു. പിന്നെ കുറേ നമ്മളെ അയ്യന്മാരും കൊണ്ടുപോയിട്ടേ ഇനി അത്ര ഇല്ലു. വൈനിങ്ങൊന്നും രുചി പറിക്കലേ ഇല്ലാന്ന് തോന്നുന്നു, കുറേ ഉണ്ടായിന്ന്. പിന്നെ ഇതാ നമ്മളെ മഞ്ഞൾ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇത്തപ്പോരാണ് കിട്ടിയത്. ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടല്ലോ അമ്മ. എല്ലാം ആ ഒച്ചയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടുന്ന ടെക് 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 ഇങ്ങനെ ഒച്ചയൊക്കെ പൊട്ടും. അന്ന് നമ്മ വാഴന്റെ ഇല, വാഴന്റെ ഇല മഞ്ഞളുടെ ഇലയില് വാഴന്റെ ഇല ഇലയുടെ ആക്കിയിട്ടുണ്ടായിട്ടേ, മഞ്ഞൾ ഇലയുടെ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുണ്ടായിന്, അതുകൊണ്ട് അവന് ആ മണവും നല്ല ഇഷ്ടമുണ്ടാവും മഞ്ഞളിന്റെ. നല്ല മണമില്ല ഇതിന്റെ മണം പറഞ്ഞു, എനിക്കും ഇഷ്ടമായി ഇതിന്റെ മണം. അപ്പോൾ അവന് നല്ല ഇഷ്ടമായി ഇതിന്റെ മണം. അമ്മമ്മയും മോനും ഒരേ ഇതാ. അപ്പൊ നമുക്ക് പൊട്ടിച്ച് പിന്നെ ഒരു ദിവസമാക്കാല്ലേ. വിത്തിനുള്ള മാറ്റി വെച്ചിട്ട് ബാക്കി പുഴുങ്ങിയിട്ട് നമുക്ക് വാർപ്പിന്റെ മേലെ ഇട്ടിട്ട് ഇനി കുറെ നാളത്തേക്ക് ഉണക്കല് പരിപാടി. അതാടെ ഇട്ടാ മതി, അടയെ ഉണങ്ങിക്കോളും. എളുപ്പം പോയിട്ട് ഇങ്ങനെ മഴയൊന്നും പാറാണ്ടെന്നാ മതി. സ്പെഷ്യൽ കറിയാണിത്. അപ്പോൾ ഇതാ ചക്കപ്പൂലുണ്ട്, ഇന്നലത്തെ മീൻ കറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, എല്ലാം കൂട്ടി എല്ലാവരും ചോറ് കഴിക്കലായി കേട്ടാ. അതേ ലോഗു എങ്ങനെയുണ്ട് വഴുതനങ്ങ? അതിൽ കൂടെ അല്ലെങ്കിൽ വഴുതനങ്ങ വറവൊന്നും കഴിക്കൂലേ, പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇങ്ങനെ ആയി കൊടുത്താൽ മതിയല്ലോ മേ. ഇടുക നല്ല പുളിയുണ്ടല്ലേ. ലോട്ടന് ഇഷ്ടായിട്ടേ. നല്ല ഇഷ്ടമാണ്. ലോട്ടൻ കുറേ അമ്മേനെ പുറം എല്ലാം ആക്കാനെല്ലാം കൂടിയിട്ടാ, കാക്കാനും കൂടി ഇത് മണ്ണെല്ലാം പറക്കാൻ കൂടി. ഞാൻ കഴിച്ചു. ആ കഴിക്ക. അമ്മ ഇന്ന് ആക്കുന്നില്ല എല്ലാം പൊട്ടിച്ചിട്ടു അല്ലേ? എല്ലാം പൊട്ടിച്ചു, പിന്നെ സമയം ഉണ്ടാവില്ലേ. അവിടെ കഞ്ഞി പിടിച്ചാടെ ഇരുന്നിനി എല്ലാം പൊട്ടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം പൊട്ടിച്ചു. താണ്ടെല്ലാം വേറെ ആക്കി. ഇതൊന്ന് അത് നമ്മൾ കഴിഞ്ഞാൽ നട്ടതല്ലേ. അപ്പൊ ഈ വിത്തെല്ലാം ഇതെന്നാക്കണ്ട്? അത് കുറേ പുഴുങ്ങും, കുറച്ചതിന് നടാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കും. അത് നട്ടാൽ മഞ്ഞളുണ്ടാവും, ഇത് ഇട്ടാലും മഞ്ഞളുണ്ടാവും. അതിൽ നിന്നും കുറച്ച് നടലുണ്ട് ഞാൻ. കുറച്ചെടുത്ത് നോക്കൂ, നല്ലത് നോക്കിയിട്ട് ചെറുത് നോക്കിയിട്ട്. അതല്ല നടുക്കേ പൊളക്കല്. അത് പുഴുങ്ങിയിട്ടെല്ലാം നടുക്ക നാലായിട്ട് പൊളന്നിട്ട് വെയിലിടണം. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയും കഴിഞ്ഞു കേട്ടാ. ഇത് പിന്നെ പൊട്ടിക്കാന്ന് പറഞ്ഞാന്ന് അമ്മ, പിന്നെ ഇപ്പം തന്നെ പൊട്ടിച്ചിട്ട് ഞാനും അച്ഛനും അനിയത്തിയും അല്ലായിരുന്നു. അപ്പോൾ ചോറെല്ലാം കഴിച്ചു. അമ്മയാണെങ്കിലും മഞ്ഞളെല്ലാം പൊട്ടിച്ചിട്ടു കേട്ടാ. എനിക്ക് ആ സമയം കൊണ്ട് കുറേ അലക്കാലം ഉണ്ടായിന് പിള്ളേർത്. പിന്നെ അതിനിടക്ക് നമ്മളെ തേങ്ങയും കുറച്ച് പറിച്ച് കിട്ടിയല്ലേ. ആകെ ഒരു തെങ്ങായില്ലേ, പിന്നെ അപ്പുറം ഒരു തെങ്ങ്, അതിനൊന്നും പറിക്കാനായിട്ട്. അയ്യമ്മ കുറേ നാളായി തേങ്ങ പറിക്കുന്നവരോട് പറയുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ട് അത് പറിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നാളത്തേക്ക് കറിക്ക് തേങ്ങയായി എല്ലാവരുടെ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അമ്മ ഇന്ന് വീട്ടിൽ തന്നെ ഇല്ല ദിവസം മഞ്ഞൾ കളക്കാനായിട്ടുണ്ടായിനി. അങ്ങനെ ഒരു ലീവ് കിട്ടുമ്പോൾ ഓരോന്നും ചെയ്ത് വെക്കലാണ്. പിന്നെ ആ സമയം
സമയത്ത് നമ്മളെ കുറച്ച് ഉച്ചവിശേഷങ്ങളൂടെ ആണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിനി. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും. അല്ല മാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ബൈ.